ശിവായ. ഹര ഹരോ ഹര ഹര. രാധേ കൃഷ്ണ 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 രാധേ രാധേ. രാധേ ശ്യാം 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 രാധേ രാധേ. ഓം ഉമാമഹേശ്വരായ നമഃ. ഓം ലക്ഷ്മീ നാരായണായ നമഃ. ഓം സീതാരാമായ നമഃ. ഓം രുക്മിണീ സത്യഭാമ ജാംബവതി സമേത കൃഷ്ണായ നമഃ. ഓം ശ്രീരാധാകൃഷ്ണായ നമഃ. ഹര ഹര മഹാദേവ. ഹരേ കൃഷ്ണ. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. മുരുക, ഇന്ന് നമുക്ക് സ്കന്ദപുരാണത്തിലെ മുരുക വാഹനങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗമാണ് വായിക്കാനുള്ളത്. അപ്പോ നമ്മള് ഭക്തിയില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. ഭക്തി എന്ന് പറയുമ്പോ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഭക്തി ഉണ്ട്. പലരും പല വഴികളിൽ കൂടി ഭക്തി ചെയ്താണ് ആ ഒരു വഴിയിലേക്ക്, ആ പരമമായിട്ടുള്ള ഒരു വഴിയിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പൊ ഭക്തി ചെയ്യാൻ പലർക്കും പല വഴികൾ തിരഞ്ഞെടുക്കാം. പക്ഷെ ഏത് വഴി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും ശരി തന്നെ, പല വഴികളിൽ കൂടി ആണെങ്കിലും നാം എല്ലാവരും എത്തിച്ചേരുന്നത് ആ ഒരേ ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും. ലക്ഷ്യസ്ഥാനം അത് തന്നെയായിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഭക്തി സ്വീകരിക്കുന്നു, ഏത് ഇതിലുള്ള ഇതാണെങ്കിലും ശരി തന്നെ, ഏത് ഭക്തി സ്വീകരിക്കുന്നെങ്കിലും ശരി തന്നെ, അവസാനം നമ്മൾ ഏത് ഭക്തിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളതെങ്കിലും അവസാനം ആ ഒരേ ഒരു സ്ഥലത്ത് ആ വൈകുണ്ഠ പ്രാപ്തി ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ കൈലാസ പ്രാപ്തിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോ അതുകൊണ്ട് പല വഴികളിൽ കൂടെ പല തരത്തിലുള്ള ഭക്തി ചെയ്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ ഭക്തിയിൽ ഉണ്ടായിട്ട് ആ ഒരേ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരേ ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഭഗവാനാണ് തീരുമാനിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് എന്താണ് നല്ലതെന്നും നമ്മൾ ആരാണെന്നും നമ്മൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്നും നമുക്ക് എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്നും എന്താണ് നമുക്ക് നല്ലതെന്നും ഉള്ള കാര്യം ഭഗവാന് നന്നായിട്ട് അറിയാം, ഭഗവതിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ഭഗവാനിലും ഭഗവതിയിലും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അവരോട് പറയുക, നമുക്ക് നന്മ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നന്മ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചിലര് പല ലോകങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, പല പർപ്പസിന് വേണ്ടിയിട്ട് ഭഗവാൻ അയച്ചിട്ടുള്ളവരുണ്ട്. അവർക്കെല്ലാം തീർച്ചയായിട്ടും തിരിച്ച് ആ എവിടെ നിന്നാണോ വന്നിട്ടുള്ളത് ആ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കാന്നുള്ളതാണ്. ഇതിനിടയിൽ നമുക്ക് നമ്മുടെ ഇടയിൽ കാണുന്ന ചില നെഗറ്റീവ്സ് കാര്യങ്ങൾ കാണും. നമുക്ക് ചില നെഗറ്റീവ്സ് പീപ്പിൾസുമായിട്ട് നമുക്ക് സംവദിക്കേണ്ടി വരും. പല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പല നെഗറ്റീവ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്നല്ല അത് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, ഭഗവാനോടായാലും ഭഗവതിയോടായാലും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കാം, നമുക്ക് എന്തെങ്കിലും തെറ്റ് നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാം, മാപ്പ് ചോദിക്കുക ഒരു അവസരത്തിൽ. ഓക്കെ, ഹര ഹര മഹാദേവ. ഹര ഹരോ ഹര ഹര. ഇനി നമുക്ക് ഇന്നത്തെ ആ ഒരു ഭാഗം വായിക്കാം. മുരുക വാഹനങ്ങൾ എന്നുള്ള ആ ഒരു ഭാഗമാണ് ഇന്ന് വായിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഞാനിത് വായിക്കാൻ, നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കാം. ഒരിക്കൽ ശ്രീ പരമേശ്വര പ്രീതി നേടുന്നതിനായി ഒരു യാഗം നടത്തുവാൻ ബ്രഹ്മർഷി നാരദൻ ആഗ്രഹിച്ചു. വിഷ്ണുദേവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹർഷിവര്യന്മാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ എന്നിവരുമായി അദ്ദേഹം യാഗത്തെക്കുറിച്ച് ആലോചിച്ചു. തുടർന്ന് യാഗം ഭൂലോകത്തിൽ നടത്താമെന്ന് തീരുമാനിക്കുകയും അതിനായി ഒരു യാഗശാല ഭൂലോകത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അപ്പം ഒരിക്കൽ പരമേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു യാഗം നടത്താമെന്ന് ആരൊക്കെ തീരുമാനിക്കുകയാണ്? ബ്രഹ്മർഷി നാരദൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ
വിഷ്ണുദേവനും ബ്രഹ്മാവും ദേവേന്ദ്രനും മഹർഷിവര്യന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും എല്ലാവരും കൂടി ആയി ചേർന്ന് ആ യാഗത്തെക്കുറിച്ച് കൂടി ആലോചിക്കുകയാണ്. തുടർന്ന് ആ യാഗം ഭൂലോകത്തില്, അതായത് ഭൂമിയിൽ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയാണ്. വേദശാസ്ത്ര വിധിപ്രകാരം യാഗം ആരംഭിച്ചു. യദൃശ്യ വേദമന്ത്രോച്ചാരണത്തിൽ പിശകു സംഭവിച്ചത് കാരണം യാഗാഗ്നിയിൽ നിന്ന് ചുവപ്പ് നിറത്തോടു കൂടിയ ഭീകരാകാരമുള്ള ഒരു മുട്ടനാട് പ്രത്യക്ഷപ്പെട്ടു. ഘോരാകൃതിയിൽ യാഗാഗ്നിയിൽ നിന്ന് പുറത്തു ചാടി സർവസംഹാരിയെ പോലെ ഹുങ്കാര ധ്വനികൾ ഉയർത്തി ചീറിക്കൊണ്ട് തുള്ളിച്ചാടി മുഷ്കുകൾ പ്രകടിപ്പിച്ച അജം കൂർത്തുമൂർത്ത കൊമ്പുകൾ ഭൂമിയിൽ കുത്തിയിറക്കി കുടഞ്ഞ് പൊടിപടലം ഉയർത്തി. ആ കാഴ്ച കണ്ട് ദേവന്മാരും മഹർഷിമാരും ദ്വിജന്മാരും ഭയന്നു വിറച്ചു. അവർ പ്രാണരക്ഷാർത്ഥം യാഗശാല വിട്ട് പലായനം ചെയ്തു. അപ്പോ വേദശാസ്ത്രപ്രകാരം ഈ യാഗം ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ യാഗം ആരംഭിക്കുന്ന സമയത്ത് ഈ യാഗത്തിന്റെ ആ യജ്ഞകുണ്ഡത്തിൽ നിന്നും ഒരു അജം, അതായത് ഒരു പരാക്രമശാലിയായിട്ടുള്ള ഒരു അജം, ഒരു ആട് എന്നൊക്കെ നമുക്ക് പറയാം, അത് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുകയാണ്? ഇത് വളരെയധികം കലുഷിതമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അവിടെ ചെയ്യുകയാണ്. അവരെ വിടാതെ പിന്തുടർന്ന അജം ക്രൂരമായി അവരെ ആക്രമിച്ചു. എന്നിട്ട് ഈ അജം എന്ത് ചെയ്യുകയാണ്? എല്ലാവരുടെയും പുറകെ ഇങ്ങനെ ഓടിപ്പോയിട്ട് അവരെ എല്ലാവരെയും ആക്രമിക്കുകയാണ്. പലരുടെയും കൈകാലുകൾ ഒടിഞ്ഞു. എതിർത്തു നിന്നവരുടെ ഉദരങ്ങളിൽ മൂർച്ചയുള്ള കൊമ്പുകൾ കുത്തിക്കയറി. വയറു പിളർന്ന് കുടൽമാലകൾ പുറത്തു ചാടി. ആസകലം ഭ്രാന്തമായിട്ട് ഓടി നടന്ന അജം ലോകത്തിന്റെ സ്വൈരം നഷ്ടപ്പെടുത്തി. തുടർന്ന് വാനമണ്ഡലത്തിലേക്ക് കുതിച്ചു. സൂര്യഗ്രഹത്തിലെത്തിയ അജം സൂര്യസാരഥിയെ ആക്രമിച്ച് രഥത്തിൽ പൂട്ടിയിരുന്ന കുതിരകളെ വിരട്ടി ഓടിച്ചു. ചന്ദ്രഗ്രഹത്തെ പ്രാപിച്ച് ചന്ദ്രദേവനെ ഭയപ്പെടുത്തിയ അജം ദേവന്മാരെ വിരട്ടി ഓടിച്ച് ആക്രമിച്ച് അവരുടെയും സ്വൈരത നഷ്ടപ്പെടുത്തി. അജസംഹാര താണ്ഡവത്താൽ ഭയവിഹ്വലരായ നാരദാദി മഹർഷിമാരും ദേവന്മാരും വെള്ളിമലയെ പ്രാപിച്ചു. അപ്പോൾ അവിടെ ഈശ്വരാലയ പ്രവേശന കവാടത്തിലിരുന്ന് മായാലീലകളാടുന്ന ശ്രീ സ്കന്ദദേവനെയും 1,09,000 വീരപുത്രന്മാരെയും അവർ കണ്ടു. അങ്ങനെ ഈ എന്ത് ചെയ്യുകയാണ്? ഈ അജം ഇങ്ങനെ ദേവന്മാരെ എല്ലാവരെയും വളരെയധികം കലുഷിതമായിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ദേവന്മാരെല്ലാം കൂടി ഓടിയിട്ട് ഒരു സ്ഥലത്ത് വരികയാണ്. ആ സ്ഥലത്ത് വരുമ്പോൾ അവിടെ മുരുക ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. മുരുക ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരുപാട് എന്താ പറയാ, മുരുക ഭഗവാന്റെ കൂടെ സഹായികളായിട്ട് 1,09,000 വീരപുത്രന്മാരെയും അവര് അവിടെ കാണുകയാണ്. ശ്രീ കുമാരദേവ ദർശനം സിദ്ധിച്ച നാരദാദി മഹർഷിമാരും ദേവന്മാരും ആനന്ദ പുളകിതരായി. ശ്രീ പരമേശ്വര ദർശനത്തിനായിട്ട് എത്തിയിരുന്ന തങ്ങൾക്ക് സ്കന്ദദേവൻ ദർശനം അരുളിയിരുന്നത് സങ്കട ദുരിത നിവാരണത്തിന് തന്നെയെന്ന് ദേവന്മാരും മഹർഷിമാരും ആശ്വസിച്ചു. അപ്പോ ഈ സമയത്ത് ഈ കുമാരദേവൻ, അതായത് ഈ മുരുക ഭഗവാൻ അവർക്ക് ദർശനം അരുളിയതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും എന്നുള്ള ഒരു ഇത് ആ ദേവന്മാർക്കും ദേവർഷിമാർക്കും ഒക്കെ മനസ്സിൽ തോന്നുകയാണ്. ആശ്രിത മനസ്സലനായ ശ്രീ സ്കന്ദദേവന്റെ പാദപത്മങ്ങളിൽ നാരദാദി മഹർഷിമാരും ദേവന്മാരും സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചു. അവർ തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആപത്തിനെ കുറിച്ച് ദേവനെ ഉണർത്തിച്ചു. സങ്കടനാശനായ ശരവണദേവൻ ആശ്രിതരുടെ ദുഃഖം അകറ്റുന്നതിന് വീരബാഹുവിനെ നിയോഗിച്ചു. സ്കന്ദദേവ കൽപ്പനയെ ശിരസാ വഹിച്ച വീരബാഹു ആ ദുഷ്ട അജത്തെ കണ്ടുപിടിക്കുന്നതിന് യാത്ര തിരിച്ചു. ഭൂലോകവാസികളെ ചിത്രവധം ചെയ്ത മുട്ടനാട് കീഴ്ലോകങ്ങളിലെയും നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ച് സ്വർഗലോകം മുതലായ ലോകങ്ങളിൽ പ്രവേശിച്ച് മൂർച്ചയുള്ള ബലവത്തായ കൊമ്പുകളാൽ ചേഷ്ടകൾ കാട്ടി ചിത്രവധങ്ങൾ നടത്തി. ബ്രഹ്മലോകമായ സത്യലോകത്തിലെത്തി ഹുങ്കാരത്തോടെ നിന്നു. സ്കന്ദദേവന്റെ കാരുണ്യം കൊണ്ട് ബലവാനായ വീരബാഹു അഹങ്കാരം എന്ന ദുർഗുണത്താൽ നിസാരമായ ആ ക്രൂര അജത്തെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി. അങ്ങനെ ഈ അജം എന്ത് ചെയ്യുകയാണ്? പലതരത്തിലുള്ള ലോകങ്ങളിലൊക്കെ, ബ്രഹ്മലോകത്തും സ്വർഗലോകത്തും ഒക്കെ പോയിട്ട് ഈ അജം അവിടെ വളരെയധികം കലുഷിതമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുകയാണ്. ആ സമയത്ത് എന്താണ് വീരബാഹു അഹങ്കാരം എന്ന ദുർഗുണത്താൽ ക്രൂരനായിട്ടുള്ള ആ വീരബാഹു ആണ് ആ സമയം നിഷ്പ്രയാസം ആ അജത്തെ
കീഴ്പ്പെടുത്തിയിട്ട് അജത്തെ വധിക്കുകയാണ്. അജത്തിന്റെ കൊമ്പുകളിൽ കടന്നു പിടിച്ച വീരബാഹു ഒരു പുൽക്കൊടിയെ എന്ന പോലെ അതിനെ ശിരസിന് മേലെ ഉയർത്തി പലവട്ടം ചുഴറ്റി നിലത്തടിച്ച് അഹങ്കാര ശമനം വരുത്തി വലിച്ചിഴച്ചുകൊണ്ട് മുരുകദേവ സന്നിധിയിൽ പ്രാപിച്ചു. ശ്രീ മുരുകൻ ഏവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദേവന്മാരെ, ഋഷിവര്യന്മാരെ, ഭയം വെടിഞ്ഞാലും നിങ്ങൾ ഭയന്നിരുന്ന അജം നമ്മുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. യാഗം പുനരാരംഭിച്ചാലും. സന്തുഷ്ടരായ മഹർഷിമാരും ദേവന്മാരും സ്കന്ദദേവനെ പ്രാർത്ഥിച്ചുണർത്തിച്ചു. സ്കന്ദദേവ, ഈ ഘോരാജത്തെ മറ്റെവിടെയും വിടാതെ അവിടുത്തെ വാഹനമായി സ്വീകരിച്ചു കൊള്ളുവാൻ കൃപയുണ്ടാകുമാറാകണേ. ആ അപേക്ഷയിലെ യുക്തിയോർത്ത് ഭഗവാൻ പുഞ്ചിരിച്ചു. അഹങ്കാരത്തിന്റെ പ്രതിബിംബമായ അജത്തെ ശ്രീ സ്കന്ദദേവൻ സ്വീകരിച്ചു. മുയലകാസുകന്മാരെ പോലെയും മഹിഷാസുരന്മാരെ പോലെയും അജവും അജ്ഞാന പ്രതീകമാണ്. ജ്ഞാനമൂർത്തികൾ അജ്ഞാന പ്രതീകങ്ങളിൽ ആരൂഢരാകുന്നു. ജ്ഞാനമൂർത്തിയായ സച്ചിദാനന്ദ സ്വരൂപന് ഇഷ്ടാനിഷ്ടങ്ങളില്ല. നാം വെറുക്കുന്നവയെ പോലും ഈശ്വരൻ തള്ളിക്കളയുന്നില്ല. നാം തള്ളിക്കളയുന്നവയെ സ്വാധീനിക്കുന്ന ഈശ്വരൻ അവയെ തന്നിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നു. അപ്പോ എന്ത് ചെയ്യുകയാണ്? ആ അജത്തെ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? ആ ദുഷ്ടനായ വീരബാഹു ഇങ്ങനെ വലിച്ചെറിയുകയാണ്. അപ്പം മഹിഷാസുരനെ പോലെ അജവും അജ്ഞാനത്തിന്റെ പ്രതീകമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ജ്ഞാനമൂർത്തികൾ അജ്ഞാന പ്രതീകങ്ങളിൽ ആരൂഢരാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തള്ളിക്കളയുന്നതും ഭഗവാൻ എന്ത് ചെയ്യും? സ്വീകരിക്കും. ആരെങ്കിലും എന്താ പറയാ ഒഴിവാക്കുന്നവർ, അല്ലെങ്കിൽ എന്താ പറയാ ആരിൽ നിന്നെങ്കിലും തള്ളിക്കളയപ്പെട്ടവർ, അതാണ് പറയുന്നത്. സച്ചിദാനന്ദ മൂർത്തിയായിട്ടുള്ള ഭഗവാന് ഇഷ്ടാനിഷ്ടങ്ങളില്ല. നാം വെറുക്കുന്നവയെ പോലും ഈശ്വരൻ തള്ളിക്കളയുന്നില്ല. അതായത് നാം മനുഷ്യരായിട്ടുള്ളവര് ചിലരെ വെറുക്കാറുണ്ടല്ലേ. നമ്മൾ വെറുക്കുന്നവരെ പോലും ഭഗവാൻ തള്ളിക്കളയാറില്ല. നാം തള്ളിക്കളയുന്നവയെ സ്വാധീനിക്കുന്ന ഈശ്വരൻ അവയെ തന്നിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നു. എന്നിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ആ ഇതിനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഭഗവാനിൽ നിക്ഷിപ്തമാക്കുന്നു. നമുക്ക് തന്നെ അറിയാം, ചിലരുണ്ട്, ഒരുപാട് പേരിപ്പം വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഒരുപാട് പയ്യന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒട്ടും സൗന്ദര്യം ഇല്ലാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. ചിലപ്പോൾ കറുപ്പായിരിക്കാം, മാനിറമായിരിക്കാം. അങ്ങനെയുള്ള പെൺകുട്ടികളെയൊന്നും അവരെന്ത് ചെയ്യാം? വിവാഹം കഴിക്കാൻ തയ്യാറാവത്തില്ല. അപ്പൊ അത് ആരുടെ കയ്യിലെ കുറ്റമാണ്? ആ പയ്യന്മാരുടെ കയ്യിലെ കുറ്റമാണല്ലേ. അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പെണ്ണ് കിട്ടുന്നില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ അവര് ഒരുപാട് പെണ്ണ് കാണൽ ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് കുട്ടി കുറച്ച് ഒന്ന് മാനിറമാണ് അല്ലെങ്കിൽ ഒന്ന് കറുത്തിരിക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടില്ല. നമ്മൾ പുറമേയുള്ള സൗന്ദര്യം മാത്രം നോക്കി ആരെയും ഇഷ്ടം എന്ന് വെച്ചാൽ സൗന്ദര്യമുള്ളവർ, ഇതല്ലാതല്ല ഞാൻ പറയുന്നത്, സൗന്ദര്യമുള്ളവരിലും നല്ലവരുണ്ട്. ഒരുവിധം നല്ല സൗന്ദര്യമുള്ളവരിൽ നല്ല മനസ്സുള്ളവർ, സ്നേഹമുള്ളവരുണ്ട്. ചിലർ അഹങ്കാരമായിട്ടുള്ളവരും ഉണ്ട്. അത് സൗന്ദര്യമുള്ളവരിലാണെങ്കിലും നല്ലവരും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട്. സൗന്ദര്യം ഇല്ലാത്തവരിലാണെങ്കിലും നല്ലവരും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട്. മനസ്സിലായോ? അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓരോരുത്തർ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവര് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഇഷ്ടംപോലെ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ പെൺകുട്ടികളുണ്ട്. പക്ഷെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗ്ലാമർ, സൗന്ദര്യം, ഇതൊന്നും അവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവന്മാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. ചിലപ്പോൾ കുറച്ച് തടി കൂടിപ്പോയിട്ടുണ്ടാവാം. നമ്മുടെ നമുക്ക് വിധിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ സ്വീകരിക്കാന്നുള്ളത്. അതാണ് ഭഗവാൻ. അങ്ങനെയാണ് ഭഗവാൻ എല്ലാവരെയും സ്വീകരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായതുകൊണ്ട് നാം വെറുക്കുന്നവയെ പോലും ഈശ്വരൻ തള്ളിക്കളയുന്നില്ല. നാം തള്ളിക്കളയുന്നവയെ സ്വാധീനിക്കുന്ന ഈശ്വരൻ അവയെ തന്നിൽ തന്നെ നിക്ഷിപ്തമാക്കുന്നു. എന്നിട്ട് നമ്മൾ തള്ളിക്കളയുന്ന അതിനെ പോലും ഭഗവാൻ എടുത്തിട്ട് എന്ത് ചെയ്യണം? തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. അതിനെ പോലും ഭഗവാൻ തന്നിലേക്ക് അങ്ങ് ആക്കുകയാണ്. മനസ്സിലായി? അല്ലെങ്കിൽ മുക്തി, അവർക്ക് മോക്ഷം കൊടുക്കുകയാണ്. അതാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളായാലും ആരെയായാലും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ പുറമേയുള്ള സൗന്ദര്യം ഉള്ളവരെയും സ്നേഹിക്കുക, സൗന്ദര്യം ഇല്ലാത്തവരെയും അവരെയും പരിഗണിക്കുക. സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരെയും പരിഗണിക്കുക. തള്ളിക്കളയാതിരിക്കുക. മനസ്സിലായോ?
സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കുക. അതായത് നമ്മൾ അങ്ങനെ എല്ലാവരെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങൾ ഉണ്ടല്ലേ, ഒരേപോലെയാണ് ഭഗവാൻ എല്ലാവരെയും ഭൂമിയിലോട്ട് വിട്ടിട്ടുള്ളത്. ഒരാൾക്കുള്ള കഴിവായിരിക്കില്ല മറ്റൊരാൾക്കുള്ള ഉണ്ടാവുക. ഇപ്പൊ ഒരാൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കുറവായിരിക്കാം. അതേസമയം സൗന്ദര്യം ഇല്ലാത്ത ഒരാൾ ചിലപ്പോൾ നന്നായിട്ട് പാട്ട് പാടുന്ന ആളായിരിക്കും, പല കഴിവുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആരെയും നമ്മൾ ആ ഒരു വർണ്ണ വിവേചനത്തിൽ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇപ്പൊ നമുക്ക് സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൗന്ദര്യം ഇല്ലാത്ത ആണെങ്കിലും അത് സ്വീകരിക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മനസ്സാണ്. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. സൗന്ദര്യമുള്ളവരും നല്ലവരാണ്, സൗന്ദര്യം ഇല്ലാത്തവരും നല്ലവരാണ്. എല്ലാത്തിലും ഉണ്ട് നല്ലതും ചീത്തയും. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ്, നമ്മളത് മനസ്സിലാക്കാൻ പാകപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതുണ്ടാവുന്നതെന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ഭഗവാൻ. നമ്മൾ തള്ളിക്കളയുന്ന എന്തിനേയും ഭഗവാൻ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോ ഭഗവാൻ ഇപ്പം എന്താ പറയാ, ഭൂമിയിൽ ചിലപ്പോ എന്താ പറയാ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കാം. ആ മനുഷ്യൻ ചിലപ്പോൾ മരണശേഷം ആ മനുഷ്യൻ നല്ല കർമ്മങ്ങളായിരിക്കാൻ ചെയ്തിട്ടുണ്ടാവുക എന്നെങ്കിൽ കൂടി അങ്ങനെ വരുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? ആ മനുഷ്യനെ ഭഗവാൻ അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും കൊടുത്ത് ഭഗവാൻ സ്വീകരിക്കും. മനസ്സിലായോ? ഭഗവാൻ ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരിത് കൊടുക്കും. അപ്പൊ അതാണ് ഭഗവാന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇപ്പൊ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നതാണെങ്കിലും അതൊരു മാണിക്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാന്നുള്ളതാണ്. നമ്മൾ പലരെയും പാവപ്പെട്ടവര്, പണക്കാര്, കറുത്തവര്, വെളുത്തവര്, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളവര്, കുഴപ്പമില്ലാത്തവര്, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറഞ്ഞ് നമ്മൾ പലരെയും തള്ളിക്കളയാറുണ്ട്. അങ്ങനെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. എല്ലാവരും ആ ദൈവത്തിന്റെ മക്കളാണ്, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഭഗവതിയുടെ മക്കളാണെന്നുള്ള ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അഗ്നിദേവന്റെ വാഹനമാണ് ആട്. അഗ്നി തന്നെയാണ് ശ്രീ കുമാരദേവനും. വേദങ്ങളിൽ സ്കന്ദദേവനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് അഗ്നിപുഷ്പം എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അഹങ്കാരം എന്ന അജത്തെ ശ്രീ മുരുകദേവൻ സ്വീകരിച്ചരുളിയത്. ജനിക്കാത്തവൻ, ജനനമില്ലാത്തവൻ എന്ന പൊരുളിൽ അജനെന്നും അജാരൂഢനായി ദിഗ്വിജയം ചെയ്തതിനാൽ അജവാഹനനെന്നും ശ്രീ സ്കന്ദദേവനെ വേദങ്ങൾ പുകഴ്ത്തുന്നു. 3 ദോഷങ്ങളെയും അമർച്ച ചെയ്യുന്നതിനും അകറ്റുന്നതിനും സ്കന്ദദേവൻ സർവശക്തനാണെന്നുള്ളതിന്റെ തെളിവുകളാണ് ആന, ആട്, മയിൽ മുതലായവയെ ദേവൻ വാഹനങ്ങളായി സ്വീകരിച്ച് അരുളി ചെയ്തിരിക്കുന്നത്. അഹങ്കാരം, കന്മഷമായ ഇവയാണ് 3 ദോഷങ്ങൾ. സൗന്ദര്യത്തിലും പ്രവർത്തനത്തിലും ഊറ്റം കൊള്ളുന്ന മയിൽ അഹങ്കാരത്തെ കുറിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതായത് സൗന്ദര്യത്തിലും പ്രവർത്തനങ്ങളിലും ഊറ്റം കൊള്ളുന്ന മയിൽ എന്ത് ചെയ്യുകയാണ്? അഹങ്കാരത്തെ കുറിക്കുകയാണ്. തോന്നുന്നതെല്ലാം അപ്പാടെ പ്രവർത്തിച്ച് ഉന്മത്തതയോടെ ചിരിക്കുന്ന ആന കന്മഷം എന്ന ദോഷത്തെ അനുസ്മരിപ്പിക്കുന്നു. അറിവിന്റെ കണിക പോലും സിദ്ധിച്ചിട്ടില്ലാത്ത അജം മായയെ കുറിക്കുന്നു. മനസ്സിൽ നിന്ന് അഹങ്കാരവും കന്മഷവും മായയും അകറ്റിയില്ലെങ്കിൽ ആത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാവുകയില്ല. അപ്പൊ ഇതിന്റെ തത്വം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ നിന്ന് അഹങ്കാരവും അതുപോലെ കന്മഷവും അതുപോലെ മായയും അകറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോക്ഷം സിദ്ധിക്കുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഹരഹരോ ഹരഹരാം, ഹരഹരോ ഹരഹര. അപ്പൊ ഈ ഒരു ഭാഗം ഇന്ന് അവിടെ അവസാനിച്ചു. അടുത്ത ഒരു ഭാഗമാണ്, അതും കൂടി ഞാൻ വായിക്കാം. സ്രഷ്ടാവ് തടവറയിൽ എന്നുള്ള ഭാഗമാണ്. ഒരു ദിവസം ബ്രഹ്മദേവനും ദേവേന്ദ്രാദി ദേവന്മാരും കിംപുരുഷന്മാരും മറ്റും ശ്രീ പാർവതി പരമേശ്വര ദർശനം നടത്തുന്നതിന് കൈലാസാദ്രിയിലെത്തി. അപ്പോൾ സർവേശ്വര സന്നിധാനത്തിലേക്കുള്ള ഗോപുരവാതിൽക്കൽ ശ്രീ സ്കന്ദദേവൻ സഹോദരന്മാരോടൊത്ത് ക്രീഡകൾ ആടുകയായിരുന്നു. ബ്രഹ്മദേവൻ ഒഴികെ മറ്റുള്ള ദേവന്മാരെല്ലാം ശ്രീ മുരുകനെ തൊഴുതു നമസ്കരിച്ച് ശ്രീ പരമേശ്വര സന്നിധാനത്തിലേക്ക് പ്രവേശിച്ചു. ശിവശക്തി ദർശനവും പൂജയും കഴിഞ്ഞ് പുറത്തു വന്ന ദേവന്മാർ വീണ്ടും രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നത് തന്റെ സഹോദരന്മാരുമൊത്ത് വാദപ്രതിവാദങ്ങൾ നടത്തി രസിച്ചിരിക്കുകയായിരുന്ന ശ്രീ മുരുകനെ വന്ദിച്ച ശേഷമാണ് യാത്രയായത്. അങ്ങനെ ബ്രഹ്മദേവനും ദേവേന്ദ്രന്മാരും കിന്നര കിംപുരുഷന്മാരും എല്ലാം കൈലാസത്തിലേക്ക് വരികയാണ്. അവിടെ വന്ന് സ്കന്ദദേവനുമായിട്ടൊക്കെ സംസാരിച്ച് ചിരിച്ച് സംസാരിച്ച് കളിച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് അവര് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. എന്നാൽ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും സ്കന്ദദേവനെ ബാലകൻ എന്ന് കരുതിയ ബ്രഹ്മദേവൻ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട് അഹങ്കാരത്തോടെയാണ് യാത്ര പുറപ്പെട്ടത്.
പക്ഷെ മറ്റ് ദേവന്മാരെല്ലാം എന്ത് ചെയ്തു? സ്കന്ദദേവന്റെ ആ ഒരു അറിവിലും ജ്ഞാനത്തിലും ഒക്കെ സ്കന്ദദേവനെ പുകഴ്ത്തിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ ബ്രഹ്മദേവൻ മാത്രം എന്ത് ചെയ്യുകയാണ്? ഇവൻ എന്താ വലിയ ആളാണോ എന്നുള്ള രീതിയിൽ ഒന്ന് എന്താ പറയാ, ഒരു അഹങ്കാരത്തോടെയാണ് ബ്രഹ്മദേവൻ പുറപ്പെട്ടത്. ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും സമാരാധ്യനായ മുരുകദേവനെ ബ്രഹ്മാവ് അവഗണിച്ചത് അജ്ഞതയും അഹങ്കാരവും കൊണ്ട് തന്നെയായിരുന്നു. ശിവനും സ്കന്ദദേവനും രണ്ട് ശക്തികളല്ലെന്ന് ബ്രഹ്മദേവനെ ധരിപ്പിക്കുന്നതിനും ശ്രീ മുരുകദേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ശ്രീ പാർവതി പൂജകൾക്കൊന്നും തന്നെ പ്രയോജനമില്ലെന്ന് ബ്രഹ്മദേവ വചനങ്ങളിൽ കൂടി തന്നെ പ്രപഞ്ചവാസികളെ ബോധിപ്പിക്കണമെന്നും നിശ്ചയിച്ച ശ്രീ മുരുകദേവൻ ബ്രഹ്മദേവനെ സമീപത്തേക്ക് വിളിച്ചു. അപ്പം ബ്രഹ്മദേവൻ എങ്ങനെ പറഞ്ഞു. അപ്പോ മുരുക ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ശിവപാർവതിമാരെയും കൂടെ പൂജിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ശിവപാർവതി പൂജകൾക്കൊന്നും തന്നെ ഈ രണ്ട് ശക്തികളെയും, ശിവനും സ്കന്ദദേവനും രണ്ട് ശക്തികളല്ലെന്ന് ബ്രഹ്മദേവനെ ധരിപ്പിക്കുന്നതിനും ശ്രീ മുരുകദേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ശിവപാർവതി പൂജകൾക്കൊന്നും തന്നെ പ്രയോജനമില്ലെന്നും, അതായത് ശ്രീ മുരുക ഭഗവാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ശിവപാർവതി പൂജയ്ക്കൊന്നും ഒരു പ്രയോജനവും ഇല്ല, ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഒരു പൂജ നടത്തി അതിനൊന്നും ഒരു പ്രയോജനം ഇല്ലെന്നുള്ള രീതിയിലും എന്ത് ചെയ്യുകയാണ്? ഈ മുരുക ഭഗവാൻ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ, ശിവപാർവതിമാരെ പൂജിക്കുമ്പോൾ മുരുക ഭഗവാനെയും കൂടെ പൂജിക്കണം, എങ്കിൽ മാത്രമേ ആ പൂജയ്ക്ക് പൂർണ്ണ ഫലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു തത്വം കൂടി ഈ ബ്രഹ്മദേവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുരുക ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ബ്രഹ്മദേവനെ തന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ശ്രീമുരുകദേവ സന്നിധിയിലെത്തിയ നാൻമുഖൻ മനസ്സില്ലാ മനസ്സോടെ ദേവനെ പ്രണമിക്കുന്നത് പോലെ ഭാവിച്ചു നിന്നു. ബ്രഹ്മന്റെ ആ ഭാവം മനസ്സിലാക്കിയ മുരുകദേവൻ ചോദിച്ചു, ആകട്ടെ, നിങ്ങൾ എന്തു തൊഴിലാണ് ചെയ്തു പോരുന്നത്? ഓർക്കാപ്പുറത്തുള്ള ആ ചോദ്യം കേട്ട് ബ്രഹ്മാവ് ഞെട്ടി. ഓരോ തൊഴിൽ ചെയ്യുന്നതിന് പ്രത്യേകമായി ദേവന്മാരെ നിയമിച്ചു പോരുന്നവൻ താനാണെന്നുള്ള ഭാവം ശ്രീ മുരുകദേവന്റെ ചോദ്യത്തിൽ ധ്വനിച്ചിരുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ശ്രീ ഗംഗാധരദേവന്റെ കൽപ്പനയനുസരിച്ച് സൃഷ്ടി എന്ന തൊഴിൽ ചെയ്യുന്നവനാണ് ഞാൻ. അപ്പോൾ സൃഷ്ടികർത്താവായ നിങ്ങൾ വേദശാസ്ത്ര പണ്ഡിതനായിരിക്കണമല്ലോ. ശ്രീ മുരുകൻ തുടർന്നു ചോദിച്ചു. എണ്ണമില്ലാത്ത ശിവാഗമ ശാസ്ത്രങ്ങളുടെ ഉറവിടമായ ശ്രീ ഗംഗാധരൻ അവയിൽ ചിലവ എനിക്ക് ഉപദേശിച്ചിട്ടുണ്ട്. അവ എനിക്ക് മനപ്പാടം അറിയുകയും ചെയ്യാം. ഇപ്രകാരമായിരുന്നു നാൻമുഖന്റെ മറുപടി. സൃഷ്ടികർത്താവായ നാൻമുഖന്റെ വചനങ്ങൾ ശ്രവിച്ച് സ്കന്ദദേവൻ പൊട്ടിച്ചിരിച്ചു. വേദപാഠം ചെയ്തു എന്നല്ലാതെ പൊരുളുകളെ കുറിച്ച് ബ്രഹ്മാവ് അജ്ഞനായിരുന്നു. വേദബോധജ്ഞാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യ വേദമായ ഋഗ്വേദത്തെ കുറിച്ച് പറഞ്ഞാലും കേൾക്കട്ടെ, അദ്ദേഹം ആവശ്യപ്പെട്ടു. വേദങ്ങളുടെ എല്ലാം പ്രഥമ മന്ത്രമായ ഓം എന്ന മന്ത്രത്തോടെ ബ്രഹ്മദേവൻ ഋഗ്വേദം ഉരുവിടാൻ തുടങ്ങി. അപ്പോൾ ഋഗ്വേദത്തെ കുറിച്ച് അറിയാമെങ്കിൽ പറയാനാണ് സ്കന്ദദേവനിവിടെ ബ്രഹ്മദേവനോട് പറയുന്നത്. ബ്രഹ്മദേവൻ ഋഗ്വേദം ഉരുവിടാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുകയാണ്? ഋഗ്വേദം ഉരുവിടാൻ തുടങ്ങുകയാണ്. പ്രണവമന്ത്രത്തെ തിരുമുഖങ്ങളിൽ ഒന്നായി ധരിക്കുന്ന വേദമന്ത്രപ്പൊരുളായ സ്കന്ദദേവൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ബ്രഹ്മനോട് ഓം എന്ന പ്രണവമന്ത്രത്തിന്റെ പൊരുൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. പ്രണവമന്ത്ര പൊരുൾ എന്തെന്നറിയാതെ ബ്രഹ്മൻ വിഷമിച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ, നാക്കും തൊണ്ടയും വരണ്ടു പോകുന്നത് പോലെ, ശ്രീ പരമേശ്വരൻ ഇരുന്നള്ളുന്ന പീഠമായും സകല വേദമന്ത്രാദികൾക്കും മൂലമായും മറ്റുള്ള ദേവന്മാരുടെ സൃഷ്ടിസ്ഥാനമായും താരക ബ്രഹ്മമായും വിളങ്ങുന്ന പ്രണവ മന്ത്രാർത്ഥം എന്തെന്നറിയുവാൻ കഴിയാതെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വിയർത്തു. ആ ശിരസ് കുനിഞ്ഞു. അപ്പൊ ഈ ഓംകാരത്തിന്റെ അർത്ഥം പോലും ബ്രഹ്മദേവൻ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ബ്രഹ്മദേവൻ വളരെയധികം കുഴയുകയാണ്. അങ്ങനെ ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വിയർക്കുകയാണ്. അങ്ങനെ ആ ശിരസ് ഇങ്ങനെ കുനിച്ചിരിക്കുകയാണ് ബ്രഹ്മദേവൻ. താരകം എന്ന പദത്തിന് തരണം ചെയ്യുന്നത് എന്നർത്ഥം. അപ്പൊ താരകം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? തരണം ചെയ്യുന്നത് എന്നാണ് താരകം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ജീവിതം എന്ന മഹാസമുദ്രത്തെ തരണം ചെയ്യുവാൻ സഹായിക്കുന്നതിനാലാണ് ഓം എന്നത് താരക മന്ത്രമായി വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോ ജീവിതം എന്ന ഈ മഹാസമുദ്രത്തെ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന മന്ത്രമാണ് ഓം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓംകാര മന്ത്രത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഓം നമ ശിവായ, ഓം നമോ നാരായണായ. നമ്മൾ ഇങ്ങനെ ഏത് മന്ത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രങ്ങൾക്കെല്ലാം ആദ്യമേ ഫസ്റ്റ് നമ്മൾ ഓം എന്നുള്ള ആ ഒരു ഓംകാര മന്ത്രം നമ്മൾ ചേർക്കുന്നതായിരിക്കും, അല്ലെ? നാം ചേർക്കുന്നതായിരിക്കും.
അപ്പം താരകം എന്ന പദത്തിന് കാരണം തരണം ചെയ്യുന്നത്, താരകം എന്ന പദത്തിന് തരണം ചെയ്യുന്നതെന്നാണ് അർത്ഥം. ജീവിതം എന്ന മഹാസമുദ്രത്തെ തരണം ചെയ്യുന്ന ആ ഒരു മന്ത്രമാണ് ഓം എന്ന് പറയുന്ന മന്ത്രം, ഓംകാരം. പരിശുദ്ധമായ വേദങ്ങളുടെ എല്ലാം ആദിയിലും അന്ത്യത്തിലും വിളങ്ങുന്ന ഓം എന്ന പ്രണവ മന്ത്രാർത്ഥം എന്താണെന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് പോലും അജ്ഞാനമായിരിക്കെ സാധാരണക്കാരായ മറ്റുള്ളവർ എനിക്ക് അതറിയാം ഇതറിയാം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് എത്ര പാരിഹാസ്യമാണ്. ശ്രീ ഗംഗാധര ദേവനോട് പ്രണവാർത്ഥ മന്ത്രം എന്തെന്ന് ചോദിച്ചു മനസ്സിലാക്കുവാൻ മറന്നുപോയ തന്റെ ബുദ്ധിഹീനതയെ കുറിച്ചോർത്ത് വിഷാദാകുലനായി ബ്രഹ്മാവ് ദുഃഖിച്ചു നിന്നു. വേണ്ടതൊന്നും ഗ്രഹിക്കാത്തവനെങ്കിലും അഹമെന്ന ഭാവം അഭിനയിച്ചു നടന്ന ബ്രഹ്മദേവനെ ശ്രീ മുരുകൻ കണക്കിന് കളിയാക്കി. പ്രണവ മന്ത്രാർത്ഥം എന്ന് പോലും അറിഞ്ഞുകൂടാത്ത നിങ്ങൾ സ്രഷ്ടാവെന്ന് അഹങ്കരിച്ചു നടക്കുന്നത് അത്ഭുതം തന്നെ. സ്രഷ്ടാവ് വിവരദോഷിയാകുമ്പോൾ സൃഷ്ടികൾ വികലമായിരിക്കുന്നത് എങ്ങനെ? കോപം ഭാവിച്ച് സ്കന്ദൻ ബ്രഹ്മദേവന്റെ 4 ശിരസുകളിലും പ്രഹരിച്ചു. ലോക സൃഷ്ടികൾ നടത്തുന്ന ബ്രഹ്മാവ് വേദശാസ്ത്രവിധികളെ കുറിച്ച് തികച്ചും ബോധവാനായിരിക്കേണ്ടതാണ്. അപ്രകാരമല്ലാതെ തന്റെ കൃത്യനിഷ്ഠയിൽ ബ്രഹ്മദേവൻ വീഴ്ച വരുത്തിയിരിക്കുന്നതിനാലാണ് ശ്രീ സ്കന്ദദേവൻ ബ്രഹ്മാവിന്റെ ശിരസുകളിൽ പ്രഹരിച്ചത്. അതുകൊണ്ടും കോപമടങ്ങാതെ ഭഗവാൻ അദ്ദേഹത്തിന് പാദതാടനവും ഏൽപ്പിച്ചു അത്രേ. ബ്രഹ്മദേവന്റെ അഹം എന്ന ഭാവം പൂർണ്ണമായും അകന്ന് പുണ്യാത്മാവാകുന്നതിന് വേണ്ടിയത്രേ ശ്രീ സ്കന്ദദേവൻ നാൻമുഖനെ ഇപ്രകാരം താടിച്ചത്. കൽപ്പാന്ത കാലത്തോളം കഠിനമായ തപസ്സനുഷ്ഠിച്ചാലും സിദ്ധിക്കാത്ത ഭാഗ്യം തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ ശിക്ഷ. ഇനിയും തനിക്ക് കോപമടങ്ങിയിട്ടില്ലെന്ന് ഭാവിച്ചുകൊണ്ട് ഭഗവാൻ സ്രഷ്ടാവിനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ കൽപ്പിച്ചു. വീരബാഹുവും മറ്റുള്ള വീരന്മാരും കൂടി ബ്രഹ്മദേവന്റെ കൈകാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് സ്കന്ധസ്ഥലത്തിലുള്ള ഒരു ഗുഹയിൽ തള്ളി കതകുകൾ ബന്ധിച്ചു. ദേവനിന്ദ എന്ന മഹാപാപം ചെയ്യുന്നവർ എത്ര തവണ മാന്യന്മാരായാലും ശ്രേഷ്ഠമായ പദവികൾ വഹിക്കുന്നവരായാലും കാരാഗൃഹത്തിൽ കിടന്ന് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുമെന്നതിന്റെ തെളിവാണ് സ്രഷ്ടാവിന്റെ അനുഭവം. ബ്രഹ്മാവിനെ കാരാഗൃഹത്തിൽ അടച്ച ശേഷം സൃഷ്ടിയുടെ നിർവാഹം ജ്ഞാനസ്വരൂപനായ ശ്രീ മുരുകൻ സ്വയം ഏറ്റെടുത്തു. അപ്പൊ ബ്രഹ്മദേവനാണ് നമുക്ക് ബ്രഹ്മജ്ഞാനങ്ങളെല്ലാം തരുന്ന ആളെന്ന് പറയുന്നല്ലേ. അപ്പൊ ഈ ബ്രഹ്മദേവന് പോലും എന്താ പറയാ, ഈ ഒരു ഓംകാരത്തിന്റെ അർത്ഥം അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് മുരുക ഭഗവാന് വളരെയധികം കോപമാവുകയാണ്. ഈ ബ്രഹ്മത്തിന് തന്നെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന ബ്രഹ്മദേവന് പോലും ഇതിനെക്കുറിച്ച് അറിയില്ലേ എന്നുള്ള ഒരു ഇത് ആർക്കുണ്ടാവുകയാണ്, മനസ്സിൽ മുരുക ഭഗവാൻ ഉണ്ടാവുകയാണ്. അങ്ങനെ മുരുക ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാനെ വളരെയധികം താടിക്കുകയാണ്, ബ്രഹ്മദേവനെ താടിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു തുറങ്കലിൽ കൊണ്ടുപോയി അടച്ചിടുകയാണ്. അങ്ങനെ ബ്രഹ്മാവിനെ കാരാഗൃഹത്തിൽ അടച്ച ശേഷം സൃഷ്ടിയുടെ നിർവാഹം ജ്ഞാനസ്വരൂപനായിട്ടുള്ള മുരുക ഭഗവാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്കെല്ലാം ഏകനാഥനായ സ്കന്ദദേവൻ ഏകമുഖത്തോടും 4 കരങ്ങളോടും കൂടിയവനായി ഭവിച്ച് ഒരു തൃക്കരത്തിൽ ജപമാലയും മറ്റൊരു തൃക്കരത്തിൽ കമണ്ഡലവും ധരിച്ച് മറ്റു കരങ്ങളിൽ ഒന്ന് അഭയകരമായും ഒന്ന് വരദകരമായും അരുളി ചെയ്ത് സൃഷ്ടികർമ്മം ആരംഭിച്ചു. ത്രിമൂർത്തികൾക്കും ഗുരുവായി വർത്തിച്ച ജ്ഞാനമൂർത്തി സൃഷ്ടികർമ്മത്തിൽ അത്ഭുതകരമായ സിദ്ധി പ്രകടിപ്പിച്ചു. സ്കന്ദദേവന്റെ സൃഷ്ടി മഹിമകൾക്കനുസൃതമായി ഹരനും തങ്ങളുടെ തൊഴിലുകൾ ഉത്തമമായി തുടരുവാൻ സാധിച്ചില്ല. അപ്പോ മുരുക ഭഗവാൻ ആ ഒരു ദൗത്യം ഏറ്റെടുത്തതിലൂടെ, അതായത് സൃഷ്ടിയുടെ ആ ഒരു കർമ്മം ഈ മുരുക ഭഗവാൻ ഏറ്റെടുക്കുന്നതിലൂടെ വിഷ്ണു ഭഗവാന് സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ രുദ്ര ഭഗവാന് തന്റെ മംഗളവും സംഹാരവും ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുന്നില്ല. അതിലൊക്കെ വിഘ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ആ ഒരു സാഹചര്യത്തിൽ. തങ്ങൾക്ക് തൊഴിലുകൾ ഉത്തമമായി തുടരുവാൻ സാധിച്ചില്ല. സ്ഥിതി സംഹാരാദികളും സ്വയം ഏറ്റെടുത്ത ശ്രീ മുരുകദേവൻ ത്രിമൂർത്തികളിലും അഗ്രഗണ്യനായി വിളങ്ങി. അപ്പം ആ സമയത്ത് വിഷ്ണു ഭഗവാനും ശിവഭഗവാനും തങ്ങളുടെ സ്ഥിതി സംഹാരാദി കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. വിഷ്ണു ഭഗവാന് സ്ഥിതി കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ആർക്കാണ്, മഹാദേവന് സംഹാര കർമ്മവും ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യം വന്നപ്പോൾ മുരുക ഭഗവാൻ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന ആ ഒരു ഇതും കൂടി ഏറ്റെടുക്കുകയാണ്. തങ്ങളുടെ സ്ഥിതി കർമ്മവും അതുപോലെ തന്നെ സംഹാര കർമ്മവും ഏറ്റെടുക്കുകയാണ്, മുരുക ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് സ്വയം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ മുരുകദേവൻ ത്രിമൂർത്തികളിലും അഗ്രഗണ്യനായിട്ട് വിളങ്ങുകയാണ്. അങ്ങനെ ആ ത്രിമൂർത്തികളിലും അഗ്രഗണ്യനായിട്ട് മുരുക ഭഗവാൻ വിളങ്ങുകയാണ്. ആത്മാവിനുള്ളിൽ പരമാത്മാവായും നിത്യചൈതന്യ പ്രകാശമായും വേദാദി നായകനായും സൃഷ്ടിസ്ഥിതി സംഹാരം കൃപ ദാനം ഇത്യാദി 5 ഗുണങ്ങളുടെ നായകനായും വിളങ്ങുന്നവനാണ് ശ്രീ സ്കന്ദദേവൻ.
സ്ത്രീ സ്കന്ദദേവനാൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവുകൾ എല്ലാം പുണ്യാത്മാക്കളായിരുന്നു. അപ്പം സ്ത്രീ സ്കന്ദദേവൻ ആ സമയത്ത് സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുകയാണ്. അങ്ങനെ ശ്രീ മുരുക ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ആ ഒരു ആത്മാക്കളെല്ലാം തന്നെ പുണ്യാത്മാക്കളായിരുന്നു. ശ്രീ മുരുകദേവ സൃഷ്ടിയിൽ പാപത്തിന്റെ കണികകൾ പോലും ഇല്ലായിരുന്നു. അപ്പം മുരുകദേവന്റെ ആ സൃഷ്ടിയിൽ പാപത്തിന്റെ ഒരല്പം കണിക പോലും ഇല്ലായിരുന്നു. എല്ലാ ആത്മാക്കളിലും ജ്ഞാനശക്തിയും ശിവമാഹാത്മ്യവും പൂർണ്ണമായും നിറഞ്ഞിരുന്നു. അങ്ങനെയുള്ള എല്ലാ ആത്മാക്കളിലും എന്ത് നിറഞ്ഞിരുന്നു? ജ്ഞാനശക്തിയും അതുപോലെ തന്നെ ശിവമാഹാത്മ്യവും പൂർണ്ണമായി നിറഞ്ഞിരുന്നു. ശ്രീ സ്കന്ദദേവൻ സൃഷ്ടിക്കപ്പെടേണ്ടവയെ സൃഷ്ടിച്ച്, രക്ഷിക്കപ്പെടേണ്ടവയെ രക്ഷിച്ച്, സംഹരിക്കപ്പെടേണ്ടവയെ സംഹരിച്ച് സകല മൂല കാരണനായി പ്രശോഭിച്ചു. അങ്ങനെ മുരുക ഭഗവാൻ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുകയാണ്? സൃഷ്ടിക്കപ്പെടേണ്ടവയെ സൃഷ്ടിച്ചും സംരക്ഷിക്കപ്പെടേണ്ടവയെ സംരക്ഷിച്ചും അതുപോലെ സംഹരിക്കപ്പെടേണ്ടവയെ സംഹരിച്ചുകൊണ്ടും എല്ലാത്തിനും സകലാധാര കാരണകാരനായിട്ട് മൂലകാരണനായിട്ട് മുരുക ഭഗവാൻ പ്രശോഭിക്കുകയാണ്. ഹരഹരോ ഹരഹര ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. ഓം ശക്തി പരാശക്തി ഹരഹരോ ഹരഹര. അപ്പോൾ ഇതാണ് മുരുക ഭഗവാന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ശിവഭക്തർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. കുംഭമേള എന്ന് പറയുന്നതാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന എത്രയോ യുഗാന്തരങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു പുണ്യ ഇതാണ് കുംഭമേള എന്ന് പറയുന്നത്. അപ്പം അതിന് ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പം അത് കാണുമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുമെന്നുള്ള അറിയില്ല. അത് പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുംഭമേള നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പറ്റുന്നവരൊക്കെ പോയത് ആ പുണ്യസ്ഥലത്ത് പോയി ദർശിക്കുക, കാണുക. നമുക്കത് കഴിയുന്ന തന്നെ ഏറ്റവും ഭാഗ്യമാണ്. നമുക്ക് മഹത്തായിട്ടുള്ള ഭാഗ്യമാണ് ആ ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാന്ന് പറയുന്നത് തന്നെ. ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. ഇനി എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം നമ്മൾ പണ്ട് കാലത്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. പണ്ട് കാലങ്ങളിലാണ് നമ്മൾ വർണ്ണ വിവേചനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ കാലഘട്ടത്തിലും, അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കലികാലത്തിലായാലും ഈ വർണ്ണ വിവേചനം എല്ലാവരിലും അല്ല, ഏറെക്കുറെ പേരിൽ വർണ്ണ വിവേചനം കാണുന്നുണ്ട്. ഇപ്പോൾ വിവാഹം കഴിക്കുന്നെങ്കിൽ തന്നെ അവർ വർണ്ണത്തെ നോക്കി, കറുപ്പാണോ വെളുപ്പാണോ നോക്കി. ഇനി വിവാഹം കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കുട്ടി അത്ര വെളുപ്പല്ലെന്നുണ്ടെങ്കിൽ കറുപ്പാണെങ്കിൽ അതിനെ ചൊല്ലി എന്താ പറയുക, വഴക്ക് പറയും, ബഹളം വെക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. വേണ്ട സ്നേഹം കൊടുക്കില്ല, കെയർ കൊടുക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ വന്ന് എന്നോടും ഇതിൽ കൗൺസിലിങ്ങിൻ്റെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ പോയ സമയത്ത് അതുപോലെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. അതിൽ നിങ്ങൾ വന്ന് ഞാൻ കൗൺസിലിംഗ് എടുത്ത് തരുന്നതാണ്. കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ. അപ്പോൾ ഇതിൽ മെസ്സേജ് ഇടാം, എനിക്ക് കൗൺസിലിംഗ് വേണമെന്നുള്ളവർ ഇതിൽ മെസ്സേജ് ഇടാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫിൽറ്ററാണ് ഇട്ടേക്കണത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് എൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ഞാൻ ഫിൽറ്റർ ഇടാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഇതുപോലെ. ഞാൻ ഇത്രയും നിറം മാത്രമേ ഉള്ളൂ, മനസ്സിലായി? ഇതാണ് എൻ്റെ കളർ എന്ന് പറയുന്നത്. ഞാനെന്തിനാണ് നിങ്ങളോട് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. ഇതാണ് എൻ്റെ കളർ എന്ന് പറയുന്നത്. മാനിറം അത്ര കറുപ്പല്ല, എന്നാലും മാനിറമാണ്, എന്നാൽ കറുപ്പുമാണ്, മാനിറമാണ്. ഇതാണ് എൻ്റെ ഫിൽറ്റർ ഇടാതുള്ള ഫേസ് എന്ന് പറയുന്നത്. ഇതാണ്, മനസ്സിലായി? അപ്പം ഇത് ഒരുപാട് പേര് ഇതുപോലെ എന്താ പറയുക, ഫിൽറ്റർ ഇട്ടിട്ടാണ് നമ്മളെ ചിലർ പറ്റിക്കപ്പെടുന്നവരുണ്ട്. ചിലർ പിന്നെ നേരിട്ട് കാണുമ്പോഴായിരിക്കും അറിയുന്നത്, അയ്യോ ഇത്ര ഫിൽറ്റർ ഇല്ലാതെ ഈ കുട്ടി ഇങ്ങനെയാണോ ഇരിക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ സൗന്ദര്യം അല്ല ഒരിക്കലും നമ്മുടെ ആരുടെയും എന്താ പറയുക, നമ്മൾ പുറമേ ഉള്ള ആ ഒരു സൗന്ദര്യത്തെ മാത്രം ആയിരുത് എന്ന് വെച്ചിട്ട് സൗന്ദര്യം ഇല്ലാത്തവർ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ സൗന്ദര്യം ഉള്ളവരുണ്ട് ഭൂമിയിൽ, മനസ്സിലായോ? ഇപ്പം സൗന്ദര്യം ഉള്ളവരിലും നല്ലവരുണ്ട്, ആ ലക്ഷ്മിത്വം ഉള്ളവരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട് സൗന്ദര്യം ഉള്ളവർ. നല്ല വെളുത്തിരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അവരൊക്കെ നല്ല സ്വഭാവം ഉള്ളവരാണ്, നല്ല ക്യാരക്ടർ ഉള്ളവരാണ്. ചിലർ ക്യാരക്ടർ ബേസ് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് സൗന്ദര്യം, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവിടെ ഒരു ചെറിയ പാട് പോലെയൊക്കെയാണ് കണ്ടറിയാം. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് മഞ്ഞളൊക്കെ ഇടുക, അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിത് പോണില്ല.
പോയില്ലെന്ന് വെച്ചിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നമുക്ക് പ്രകൃതി തരുന്നതാണല്ലേ, നമ്മുടെ ദേവി അല്ലെങ്കിൽ നമ്മുടെ ഭഗവാൻ എന്നായിരിക്കും നമുക്ക് ഇതൊക്കെ തരുന്ന. അപ്പം ഈ നമ്മുടെ ഒരിക്കലും നമ്മുടെ ഈ മുഖത്തിൽ എന്താ പറയാ ആ ഫേസിലുള്ള ആ ഒരു സൗന്ദര്യം മാത്രം നോക്കിയായിരിക്കും നമ്മൾ ഒരിക്കലും ഒരാളെ വിലയിരുത്തേണ്ടത്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും മാരേജ് കഴിഞ്ഞ് പോയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഫസ്റ്റ് മാരേജിൻ്റെ സമയം അവിടെ ഇതേപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത്ര സൗന്ദര്യം പോരാന്ന്. പക്ഷെ ഇവർ കല്യാണത്തിന് മുമ്പേ ആ സൗന്ദര്യം എനിക്ക് ഇത്രയും കളറേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു കറുത്ത കുട്ടിയാണ് അല്ലെങ്കിൽ മാനറമായിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണല്ലോ ഒരാൾ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് വരുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോയതിന് ശേഷം നിനക്ക് സൗന്ദര്യം കുറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് അത്ര വെളുപ്പില്ല, നിനക്ക് കളറ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത്, വിഷമിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും ഒരാളുടെ രൂപം മാത്രം കണ്ട് ആരെയും വിലയിരുത്താതിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന വ്യക്തി ചിലപ്പോൾ സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കാം. അയാൾ സൗന്ദര്യം ഇല്ലാത്ത ഒരാളെ അങ്ങനെ പറയുമ്പോൾ അടുത്തൊരു ജന്മത്തിൽ ചിലപ്പോൾ അയാൾക്ക് സൗന്ദര്യം ഇല്ലാത്ത ഒരാളായിട്ട് വരേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വർണ്ണവിവേചനം ആരെയും ചെയ്യാതിരിക്കുക എന്നുള്ള, ഇതൊക്കെ നമുക്ക് ദൈവം തരുന്നതാണ് അല്ലേ, ഭഗവാൻ തരുന്നതാണ്. നമുക്കിങ്ങനെയുള്ള ഇത് നമ്മൾ കറുത്തിരിക്കണോ വെളുത്തിരിക്കണോ, നമ്മൾ തുടുത്തിരിക്കണോ, അല്ലെങ്കിൽ നമ്മൾ മാന്ത്രമായിട്ടിരിക്കണോ, ഇതൊക്കെ ഭഗവാനും ഭഗവതിയൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കറുത്തിരിക്കുന്നവരെ, സൗന്ദര്യം കുറഞ്ഞവരെ നമ്മൾ ഒന്നിന്റെ പേരിലും അവരെ നമ്മൾ അവഗണിക്കാതിരിക്കുക, മാറ്റി നിർത്താതിരിക്കുക. നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കേണ്ട, പക്ഷെ നിങ്ങൾ അവരെ പരിഗണിക്കാന്നുള്ളതാണ്. മനസ്സിലായോ? എനിക്ക് ഒരുപാട് സ്ത്രീകളെ അറിയാം, ഒരുപാട് ചേച്ചിമാരെ എനിക്കറിയാം. ഈ എന്താ പറയാ, ചില ഭർത്താക്കന്മാർ കാണാൻ നല്ല ഭംഗിയുള്ളവരായിരിക്കും. അവർ ചിലപ്പോൾ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെയാണെങ്കിൽ അവർ അത്ര സ്നേഹിക്കില്ല. കുറച്ച് നാളൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ടൈമിലൊക്കെ അവർ ഒരു ഇതൊക്കെ സ്നേഹത്തോടെയൊക്കെ ജീവിക്കും, പുറത്തൊക്കെ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ ഇവർക്ക് സൗന്ദര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇവരെ കുറ്റം പറയും. കാരണം പുറത്ത് ഇഷ്ടം പോലെ നല്ല വെളുത്ത് തൊടുത്ത് സ്ത്രീകളെ കിട്ടുന്നുണ്ടാവും. അങ്ങനെ കിട്ടുമ്പോഴാണ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് കളറ് കുറഞ്ഞു പോകുമ്പോൾ അവരെ എന്ത് ചെയ്യുന്നത്, അവഗണിക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ അവഗണിക്കാൻ പാടില്ല. എത്രയൊക്കെ നമ്മൾ ഭാര്യമാരെ അവഗണിച്ചു കഴിഞ്ഞാലും ശരി തന്നെ, അവസാനം ഈ പറയുന്ന കറുത്തിരിക്കുന്ന അല്ലെങ്കിൽ മാന്ത്രമായിട്ടുള്ള അത്ര സൗന്ദര്യമില്ലാത്ത ഭാര്യ മാത്രമേ ചിലപ്പോൾ അവർക്ക് അവസാന സമയത്ത് കാണുകയുള്ളൂ. അത് ഓരോ ആണുങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനസ്സിലായി? പുറത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടം പോലെ ഗ്ലാമർ ഉള്ളവരെ കാണാൻ പറ്റുമായിരിക്കും, അവരോട്ട് സംസാരിക്കാൻ പറ്റുമായിരിക്കും, അവരോട്ട് ഇടപഴകാൻ പറ്റുമായിരിക്കും, അവരോട്ട് എന്താ പറയാ എല്ലാ രീതിയിലും അവരോട്ട് ബന്ധപ്പെടാൻ ചിലപ്പോൾ അതിനുള്ള ചാൻസ് വരെ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരെ പുരുഷന്മാർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് സൗന്ദര്യം കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കറുത്തുപോയി മാനറം ആയിപ്പോയി എന്നുള്ള പേരിൽ അവരെ അവഗണിക്കുന്നത്. പക്ഷെ അങ്ങനെ അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും നിറം നോക്കി ആവരുത് ഒരാളെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. ചിലർ ഫിൽറ്റർ ഇടാതെ വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, എന്നാലും ഫിൽറ്റർ ഇട്ട് തന്നെയാണ് അവർ കൂടുതലും വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഫിൽറ്റർ ഇടാതെ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് വ്യൂസ് കുറയും. അതുകൊണ്ടാണ് അവർ ഫിൽറ്റർ ഇട്ട് ചെയ്യുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോലും പല പ്രാവശ്യം ഞാൻ കരുതിയിട്ടുണ്ട് ഫിൽറ്റർ ഇടാതെ ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ ഫിൽറ്റർ ഇടാതെ മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്ത സമയത്തും എനിക്ക് വ്യൂസ് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫിൽറ്റർ ഇട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മൾ ചിലർ കറുത്തിരുന്നാലും മാനറായാലും ചിലർ കാണാൻ നല്ല ഐശ്വര്യം ഉണ്ടാവും, മുഖത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. മനസ്സിലായോ? അപ്പം അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാളെ നമ്മൾ ഒരിക്കലും അവരുടെ സൗന്ദര്യം വെച്ചിട്ടോ അവരുടെ ഇത് വെച്ചിട്ടോ ആയിരിക്കരുത് അവരെ വിലയിരുത്തേണ്ടത്. അവരുടെ ക്യാരക്ടറാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? അവരുടെ ക്യാരക്ടർ, അവർക്ക് സ്നേഹമുണ്ടോ, അവർ നമുക്ക് സ്നേഹം തരുന്നവരാണോ, സ്നേഹമുള്ളവരാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ വേറൊന്നും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. മനസ്സിലായോ? ഇപ്പം എനിക്ക് തന്നെ ഒരുപാട് സൗന്ദര്യമുള്ള സുഹൃത്തുക്കളുണ്ട്, സൗന്ദര്യം ഇല്ലാത്ത സുഹൃത്തുക്കളുണ്ട്. പക്ഷെ സൗന്ദര്യമുള്ള സുഹൃത്തുക്കൾ നല്ല സ്നേഹമുള്ളവരുണ്ട്, സൗന്ദര്യം ഉള്ളവരിലും നല്ല വെളുത്തിരിക്കുന്നവരും നല്ല സ്നേഹവും നല്ല സമാധാനമായിട്ടുള്ള എന്താ പറയുക സ്വഭാവമുള്ളവർ എല്ലാവരും ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ഏത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലവരും ഉണ്ട് കൊള്ളാത്തവരും ഉണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യമില്ല.
അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്താതിരിക്കുക. എനിക്ക് അത്രയും വിഷമമുണ്ട്. ഒരുപാട് ചേച്ചിമാർ ഒരുപാട് പേര് ഇതുപോലെ കരഞ്ഞ് വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേര് കറുത്തുപോയി, അല്ലെങ്കിൽ അവർ മഞ്ഞൾ ഇടുന്നുണ്ട്, അവർ പല ചിലപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി വിളക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് അവർക്ക് അവസാനം അത് എന്താ പറയുക വേറെ പല ഇതിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ആരെയും സൗന്ദര്യം നോക്കിയിട്ട് നമ്മൾ അവരെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ സൗന്ദര്യം ഉള്ളവരെ ഇഷ്ടപ്പെടുക, സൗന്ദര്യം ഇല്ലാത്തവരെ ഇഷ്ടപ്പെടുക. ഞങ്ങളുടെ ഭാര്യ സൗന്ദര്യം ഇല്ല അത്രയും കളറില്ലാത്തൊരാളാണെങ്കിൽ നിങ്ങൾ ഭാര്യയുടെ സ്വഭാവം മനസ്സിലാക്കുക. അവസാനം നമുക്ക് ഒരു തുള്ളി വെള്ളം തരാൻ ആ ഭാര്യയെ കാണത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായി? അതുപോലെ എനിക്ക് തിരിച്ചും പറയാനുള്ള ചില നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ചില ഭർത്താക്കന്മാർ കറുത്തിരിക്കുന്നവരാണെങ്കിൽ അവരോട് ഒരു അവഗണനയിരിക്കും, അല്ലെങ്കിൽ മാന്നറമാണെങ്കിൽ അവരോടൊരു അവഗണന കാണിക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യം, നമ്മൾ അവരുടെ ക്യാരക്ടർ മാത്രം നമ്മളെ അവർ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായോ? അതൊക്കെ ഇപ്പം നമുക്കൊരു പാർട്ട്ണറെ അത് എന്തിനാണ് നമുക്ക് എങ്ങനെയുള്ള നല്ലത് കിട്ടണോ അതൊക്കെ ഭഗവാനല്ലേ നമുക്ക് തീരുമാനിക്കുന്നത്. നമുക്ക് ആ ഒരു വിധിച്ചതല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. എനിക്ക് തന്നെ എത്രയോ ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ആലോചന വന്ന സമയത്ത് ഒരു ചെറിയൻകീഴിന്ന് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പയ്യനെന്ന് വെച്ചാൽ നല്ല കറുപ്പായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഐശ്വര്യമായിരുന്നു. കറുപ്പ് മീൻസ് അങ്ങനെയല്ല, എൻ്റെയൊക്കെ ഒരു കളർ തന്നെ വരും, ഒരു മാന്നറമായിരുന്നു. അത്ര കറുപ്പല്ല, എന്നാൽ ഒരു മാന്നറമായിരുന്നു. പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക കളർ നോക്കിയിട്ടല്ലേ ഇഷ്ടപ്പെടേണ്ട. പക്ഷെ അത് എന്തോ ഒരു ഇതുകൊണ്ട് നമ്മളായിട്ടല്ല, അവർക്ക് എന്തോ ഗൾഫ് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പം ഗൾഫ് പയ്യന് കൊടുക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചു നമ്മൾ. പിന്നെ ജാതകം എന്തോ നോക്കിയപ്പോൾ ചേർന്നില്ല, അങ്ങനെയാണത് വേണ്ടെന്ന് വെച്ചാൽ. അതുകൊണ്ട് അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അപ്പം ഒരിക്കലും നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ആ മനസ്സ്. അപ്പം എനിക്ക് ഇപ്പം ഈ തലമുറയിലുള്ള പയ്യന്മാരോടായാലും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ എന്തായാലും പെൺപിള്ളേരുണ്ട്. എല്ലാവരും ഗവൺമെൻറ് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന പെൺപിള്ളേരൊന്നും അല്ല, ഇഷ്ടം പോലെ പെൺപിള്ളേർ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് അത്രയും തൊലി വെളുത്ത പെണ്ണിനെ വേണം, നിങ്ങൾക്ക് ഭയങ്കര വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ വേണം, സ്ത്രീധനം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടണം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ല. മനസ്സിലായോ? അതല്ലാതെ നിങ്ങൾ അത് ഇട്ടിട്ട് നമ്മുടെ കൂടെ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വലിയ സൗന്ദര്യം നോക്കാതിരിക്കുക. ഒരുവിധം ഏകദേശം തെറ്റില്ല, നമ്മുടെ കൂടെ നടന്നാൽ അത്ര കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ലാത്ത ഒരു ഇതാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. മനസ്സിലായോ? അല്ലാതെ തൊലി വെളുത്ത പെണ്ണിനെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു ഞങ്ങൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അപ്പം അത് ഓരോരുത്തരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പെണ്ണ് കിട്ടാത്തതല്ല, പെണ്ണൊക്കെ എല്ലാവർക്കും കിട്ടും. പക്ഷേ സൗന്ദര്യം നോക്കുന്നു എന്നുള്ളതാണ്. അവർ എന്താ പറയുക, സൗന്ദര്യം അത്രയും വെളുത്ത തുടുത്ത് ഇരിക്കണ പെൺപിള്ളേരെ വേണം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് പെണ്ണ് കിട്ടാത്തത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ വർണ്ണവിവേചനം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്ക് സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ആളെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ അതിൽ തന്നെ വാശി പിടിച്ചുകൊണ്ടിരുന്ന നമുക്ക് നടക്കുന്ന കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ദേവി നാമങ്ങളൊക്കെ പറയാ, ഭഗവാന്റെ നാമങ്ങളും പറയാ, രാധാറാണിയുടെ നാമം പറയാ, രാധേ കൃഷ്ണ 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 രാധേ രാധേ, രാധേ ശ്യാം 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 രാധേ രാധേ. ഈ നാമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല ബെറ്റർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് സൗന്ദര്യം, കാരണം രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് രാധാറാണി എന്ന് പറയുന്നത്. അതേ രാധാറാണിയുടെ ആ ഒരു ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗന്ദര്യമാണ്, ശ്യാമസുന്ദരൻ എന്ന് പറയും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അല്ലാതെ നമ്മൾക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടോ, നമ്മൾ കറുത്തു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ച് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ ഓരോരുത്തർക്കും വിധിച്ച പോലെയല്ലേ അത് കിട്ടുന്നത്.
പക്ഷെ എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം ചില പെൺകുട്ടികൾക്ക് ഭയങ്കര കറുപ്പാണ്, കട്ടും കറുപ്പിലൊക്കെ വരും, അവർക്കൊരു മാനിറം പോലും കൊടുക്കാതെയൊക്കെ വരും. അതൊരു അത്ര സങ്കടം വരും. കാരണം അവരെന്ത് ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് കർമ്മഫലങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അത്രയും ഒരു കറുപ്പ് നിറം കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ വിഷമം. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അത് ഒരു ഇതായിട്ടുള്ളത് തോന്നിയിട്ടില്ല. അപ്പൊ ആ ലക്ഷ്മി ദേവിയോടും പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയാണ് നമുക്ക് ഐശ്വര്യം തരുന്നത്, ദേവിമാരാണ് ഐശ്വര്യം തരുന്നത്. ആ ദേവിമാരോട് പ്രാർത്ഥിക്കുക, ഭഗവാനോടും പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാന്നുള്ളത്. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ശ്യാമസുന്ദരനാണ്. ഭഗവാൻ കറുപ്പാണെന്നാണ് പറയുന്നത്, ശ്രീകൃഷ്ണൻ കറുപ്പാണെന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണന് ശ്യാമവർണ്ണമാണ്, അതായത് നീല വർണ്ണത്തിലുള്ള ശ്രീകൃഷ്ണനാണെന്നാണ് പറയുന്നത്. കാർമേക വർണ്ണൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് ഭഗവാനെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ നിറമാണ് കറുപ്പ് അല്ലെങ്കിൽ ശ്യാമവർണം എന്ന് പറയുന്നത്. ആ നീലവർണം, നീലക്കണ്ണൻ. നമ്മളൊരു പാട്ടില്ലേ, നീലക്കണ്ണ നിന്നെ കണ്ടു ഗുരുവായൂർ നടയിൽ ഓടക്കുഴലിൻ നാദം കേൾക്കേ സ്നേഹക്കടലായി ഞാൻ. അപ്പം നീലക്കണ്ണൻ, ആ കണ്ണനാണ്, കറുപ്പാണ് ഭഗവാൻ. മനസ്സിലായോ? ആ ഭഗവാൻ അവിടെ പോകുമ്പോഴായിരിക്കും നീലക്കണ്ണനായിട്ട് മാറുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അതുകൊണ്ട് ആരെയും നമ്മൾ മാറ്റി നിർത്താതിരിക്കുക. എനിക്ക് ഹസ്ബൻഡ്സ് ആയിട്ടുള്ള കുറെ പേരോടാണ് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഭാര്യമാരെ സ്നേഹിക്കുക. മാന്നറായിപ്പോയെന്നോ കറുത്തു പോയെന്നോ കരുതിയിട്ട് നിങ്ങൾ അത് അറിഞ്ഞാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുക. മറ്റ് മേച്ചിൽപ്പുറങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ടാവാം, അത് കിട്ടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീയെയും കൂടെ പരിഗണിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ആ ഭാര്യ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടും, അതിൽ ആ ഭാര്യയെ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. വീട്ടിലെ ഹസ്ബൻഡിന് സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവഗണിക്കാതിരിക്കുക. ആ ഹസ്ബൻഡ് നല്ല സ്നേഹമുള്ള ആളായിരിക്കും, പക്ഷെ നിങ്ങൾ അത്രയും സൗന്ദര്യമുള്ള ഒരാളെയാണ് ചിലപ്പോൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒന്നും കിട്ടിയെന്ന് വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പല ഇതും നോക്കി പോകുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ആ ഒരു സൗഭാഗ്യം ഇതാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലായത്? അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്, നമ്മൾ ഒരിക്കലും വർണ്ണവിവേചനം ആരോടും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. വർണ്ണവിവേചനം കാണിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒരിക്കലും വർണ്ണവിവേചനം കാണിക്കാതിരിക്കുക. പിന്നെ നമുക്ക് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ നമുക്ക് കുറച്ച് നല്ല വെളുത്ത് സൗന്ദര്യം കിട്ടണമെങ്കിൽ അത് നമുക്ക് ഭഗവാനോടും ഭഗവതിയോടും പ്രാർത്ഥിച്ചാൽ പോരെ. നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? അല്ല അടുത്ത ജന്മം ചിലർക്ക് പല ആഗ്രഹങ്ങൾ കാണും. അപ്പം അതൊക്കെ നമ്മൾ ഭഗവാനോട് പറയാന്നുള്ളതാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഒരിക്കലും ആരെയും വർണ്ണവിവേചനം ചെയ്യാതിരിക്കുക, നമ്മൾ ആരെയും പുച്ഛിക്കാതിരിക്കുക, അവഗണിക്കാതിരിക്കുക. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, എല്ലാം ഭഗവതിയുടെ സൃഷ്ടിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഹരഹരോ ഹരഹര ഹരഹര മഹാദേവ്. അപ്പോൾ ഈ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും നല്ല കളർ തോന്നിക്കും. ഇപ്പോൾ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ നിങ്ങൾ ഈ ഫിൽറ്റർ ഇല്ലാതെ കാണുന്ന എന്നെയും ഫിൽറ്റർ ഇട്ടിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്ന എന്നെയും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അപ്പം ഫിൽറ്ററിന് ആ ഒരു ഗുണമുണ്ട്, ഫിൽറ്റർ ഇല്ലെങ്കിൽ അതിനും ആ ഒരു ഗുണമുണ്ട്. മനസ്സിലായോ? അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ല വെളുത്തിരിക്കുന്ന സുഹൃത്തുക്കളായാലും ചേർത്ത് പിടിക്കുക, കറുത്തിരിക്കുന്ന സുഹൃത്തുക്കളായാലും ചേർത്ത് പിടിക്കുക. എല്ലാവരെയും നമ്മൾ പരിഗണിക്കുക, സ്നേഹിച്ചില്ലെങ്കിൽ അവഗണിക്കാതിരിക്കുക, പരിഗണിക്കുക, മുന്നോട്ട് പോവുക. സ്നേഹമായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഹരഹര ഹരഹര മഹാദേവ ഹരഹരോ ഹരഹര. ഇനി ആരൊക്കെ വന്നിട്ടില്ല എന്ന് നോക്കാം കേട്ടോ. മഹി മഹേഷ്, MS സുസി, ശബരി ശരൺ, ഇസാക് ഷിബി, അജിത് M, അയ്യപ്പൻസ്, അയാം ഫ്രം ദി ഹെവൻ, പാർവതി ഷിജിൻ, ഷിബു മീനാട്, മിഥുൻ മാത്യു, സിദ്ധു സിദ്ദിൻ, സുനിൽ ഐ കുമാർ, പുന്നമു അവിടെ തന്നെയാ വീട് സുനിൽ കുമാർ S. അപ്പം എൻ്റെ സ്ഥലം ഇനി ഞാൻ പബ്ലിക്കായിട്ട് പറയണമല്ലേ, അതിനാണ് ഇങ്ങനെ ചോദിച്ചത്. ഉണ്ട്, അതിവിടെ തന്നെ ഉണ്ട്. കൃഷ്ണ. ഇത്രയും പേരാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
സ്രഷ്ടാവ് മോചിതനാവുന്നു എന്നുള്ള ഭാഗമാണ് ഇനി വായിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഹര ഹര മഹാദേവ, ഹര ഹരോ.